നമസ്കാരം. 2024 ജൂലൈ 8-ന് മലപ്പുറത്ത് നിന്ന് കല്ലുമായിട്ടാണ് അർജുൻ അവന്റെ ലോറിയിൽ യാത്ര തിരിക്കുന്നത്. അവൻ പോയത് മൈസൂരിലേക്കാണ്. അവിടെ കല്ലിറക്കിയതിനു ശേഷം അവൻ നേരെ പോയത് ബൽഗാവിലേക്കാണ്. ബൽഗാവിൽ നിന്ന് തടികൾ കയറ്റി. ആ തടിയുമായി രാംനഗറിലെത്തിയ അർജുൻ ആ തടി അവിടെ ഇറക്കിയതിനു ശേഷം അക്കേഷ്യ തടികളുമായി അവിടെ നിന്ന് വീണ്ടും യാത്ര തിരിച്ചു. കന്യാകുമാരിയിലേക്കുള്ള ആ ഹൈവേയിലൂടെ, കൊങ്കൺ പാതയിലൂടെയാണ് വരുന്നത്. പനവേലിയിൽ നിന്ന് വരുന്ന ആ ഹൈവേ കൊങ്കണിലൂടെ കടക്കുമ്പോൾ അത് ഒരു കാഴ്ച തന്നെയാണ്. മലകൾ ചെത്തി ഇറക്കി വിശാലമായി ഉണ്ടാക്കിയിരിക്കുന്ന ഹൈവേയുടെ ഒരു വശത്തൂടി ഗംഗാവലി നദിയാ ഒഴുകുന്നത്. കൂറ്റൻ മലയാണ് ഒരു ഭാഗത്ത് അങ്ങനെ നിൽക്കുന്നത്. ആ റോഡിലൂടെ അർജുൻ ഉടുപ്പി വഴി, മംഗലാപുരം വഴി, കാസർഗോഡ് വഴി മലപ്പുറത്തേക്ക് എത്തണം. അതാണ് റൂട്ട്. ശരിക്കും ഒരു ദീർഘദൂര യാത്രയാണ് അർജുൻ നടത്തുന്നത്. അർജുനെ പോലെയുള്ള ഡ്രൈവർമാർ യാത്രക്കിടയിൽ ഒന്ന് സ്റ്റേ ചെയ്യാനായി നിർത്തുന്ന സ്ഥലമുണ്ട്. ഒരു ലക്ഷ്മൺ നായിക്കിന്റെ ചായക്കിടയുടെ അടുത്താണ് അവർ വാഹനം ഒതുക്കുക. അവിടെ വാഹനം ഒതുക്കിയിട്ട് വാഹനത്തിൽ ഇരുന്ന് തന്നെ ഉറങ്ങുന്ന പതിവ് പല ഡ്രൈവർമാർക്കും ഉണ്ട്. ആ ചായക്കടയുടെ മുന്നിലുള്ള ഗംഗാവലി നദിയിൽ നിന്ന് കുളിച്ചതിന് ശേഷം ചായക്കടയിൽ നിന്ന് തന്നെ ചായ കുടിച്ചിട്ടായിരിക്കും മിക്കവാറും ഡ്രൈവർമാർ യാത്ര പുനരാരംഭിക്കുക. ജൂലൈ 16 അതിരാവിലെ 3 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയപ്പോൾ അർജുൻ ഷിരൂരിലുള്ള ലക്ഷ്മൺ നായിക്കിന്റെ ആ ചായക്കടയുടെ മുന്നിലെത്തി. അവൻ വാഹനം ഒതുക്കി. വാഹനം അവിടെ ഒതുക്കിയ അർജുൻ ആ വാഹനത്തിൽ ഇരുന്ന് തന്നെ ഉറങ്ങുമ്പോൾ രാവിലെ ഏകദേശം 5:45 ആയപ്പോൾ മറ്റൊരു വാഹനത്തിൽ ഡ്രൈവർ അർജുനെ തട്ടി വിളിച്ചുണർത്തി. 8-ാം തീയതി തുടങ്ങിയ യാത്രയാണ്. ശരിക്കും ക്ഷീണം അർജുനുണ്ട്. അർജുനെ ആ ഡ്രൈവർ തട്ടി വിളിക്കുമ്പോൾ മഴയും പെയ്യുന്നുണ്ട്. അതിൻ്റെതായ ഒരു അന്തരീക്ഷത്തിൽ അർജുൻ ആ ഡ്രൈവർ തട്ടി വിളിച്ചത് അറിഞ്ഞില്ല. അർജുനെ തട്ടി വിളിച്ച ഡ്രൈവർ അല്പസമയം കഴിഞ്ഞപ്പോൾ അവിടുന്ന് യാത്ര ആരംഭിച്ചു. നേരം നന്നായി വെളുത്തു. അപ്പോഴും ശക്തമായി മഴ പെയ്യുകയാണ്. ആ സമയത്താണ് ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. അർജുന്റെ ആ ലോറിക്ക് സമീപത്തായി 2 ടാങ്കർ ലോറിയും ഉണ്ടായിരുന്നു. ആ 3 വാഹനങ്ങളും കിടക്കുന്ന ഭാഗത്ത് ഏകദേശം ഒരു 150 മീറ്റർ പൊക്കത്തിലുണ്ടായിരുന്ന മല രാവിലെ 8 മണി കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദത്തോടു കൂടി ഇടിഞ്ഞു. എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കും മുമ്പ് ആ മല റോഡ് ഏതാണ്ട് പൂർണ്ണമായും കവർ ചെയ്തു. ആ വാഹനങ്ങൾക്കൊപ്പം ആ നായിക്കിന്റെ ഹോട്ടലും അപ്രത്യക്ഷമായി. ഏകദേശം കുറെ ദൂരത്തോളം ആ റോഡിൽ മണ്ണല്ലാതെ വേറൊന്നും കാണാനില്ല. ശക്തമായിട്ടുള്ള മഴ അപ്പോഴും ഉണ്ടായിരുന്നു. മഴ പെയ്ത് വെള്ളവും മണ്ണും ഗംഗാവലി നദിയിലേക്ക് കുത്തി ഒലിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ റോഡിലൂടെ അതേ വാഹനങ്ങളൊന്നും ആ സമയത്ത് വരുന്നുണ്ടായിരുന്നില്ല. കുറെ സമയത്തിന് ശേഷമാണ് അതുവഴി വാഹനങ്ങൾ വരുന്നത്. വാഹനങ്ങൾ വന്ന ആളുകൾ റോഡ് മുറിച്ചു കടക്കാൻ പറ്റാതെ തിരിച്ചു പോവുകയും ചെയ്തു. റോഡ് ഇടിഞ്ഞു എന്നല്ലാതെ വേറെ ഒരു ഇൻഫർമേഷനും അവർക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ അവർ കണ്ട ആളുകളോട് പറയാനും ഉണ്ടായിരുന്നില്ല. ഹൈവേയിൽ മണ്ണിടിഞ്ഞ് കിടക്കുന്നുണ്ട്, വാഹന ഗതാഗതം നിരോധിച്ചു എന്നുള്ള ബോർഡ് ഹൈവേയുടെ 2 ഭാഗത്തും ഇതിനിടയിൽ ഉയരുകയും ചെയ്തു. സാധാരണഗതിയിൽ റോഡുകളിൽ അങ്ങനെ തടസ്സം ഉണ്ടാകാറുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ആരും. എന്നാൽ ഇതേ സമയത്ത് അർജുനെ കോണ്ടാക്ട് ചെയ്യാനായി അർജുനന്റെ അമ്മയും ആ വാഹനത്തിനുടമയും ശ്രമിക്കുന്നുണ്ടായിരുന്നു. നിരന്തരം അർജുന്റെ അമ്മ അർജുനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുന്റെ ഫോണ് ബെല്ലടിക്കുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ എല്ലായ്പ്പോഴും അവർ വിളിക്കുമ്പോൾ അർജുന്റെ ഫോണിൽ ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. റേഞ്ച് കട്ടായി പോകുന്നുണ്ട്. ഇതേ അനുഭവം തന്നെയാണ് ലോറിയുടെ ഉടമ മനാഫിനും ഉള്ളത്. മനാഫിന് മറ്റൊരു കാര്യം കൂടി നോക്കാൻ പറ്റും. അത് ആ ലോറിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന GPS സംവിധാനമാണ്. GPS സംവിധാനം മോണിറ്റർ ചെയ്യുന്ന മനാഫിന് അർജുൻ ഷിരൂരിൽ തന്നെ ഉണ്ടെന്ന് വ്യക്തമാണ്. ഷിരൂരിൽ തന്നെയുള്ള അർജുൻ ഫോൺ എടുക്കാത്തതിൽ മനാഫ് വളരെ അസ്വസ്ഥനാണ്. എന്തോ ഒരു ഭയം മനാഫിന് അനുഭവപ്പെടുന്നുണ്ട്. ഈ സമയത്താണ് ആ ഗംഗാവലി നദിയുടെ മറുകരയുള്ള ഒരാൾ അടുത്ത ഗ്രാമത്തിലെ ആളുകളോട് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തു. അയാൾ നദിയുടെ മറുകരയിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് ഒരു മണ്ണിടിച്ചിൽ മറുഭാഗത്ത് ഉണ്ടാകുന്നതും ആ മണ്ണ് അവിടെ ഉണ്ടായിരുന്ന ലോറികൾക്ക് മുകളിലൂടെ വീഴുന്നത് കണ്ടുവെന്നാണ് അയാൾ റിപ്പോർട്ട് ചെയ്തത്. ആ വാർത്ത ആ നിമിഷം തന്നെ സ്പ്രെഡായി കോഴിക്കോടും മലപ്പുറത്തും ഒക്കെ എത്തി. ആ വാർത്ത അറിഞ്ഞ അർജുനന്റെ കുടുംബം ഷിരൂരിലേക്ക് തിരിച്ചു. അർജുനെ കാണാനില്ല എന്നുള്ള പരാതി പോലീസിൽ ലഭിക്കുന്നത് ജൂലൈ 17-നാണ്. ജൂലൈ 17-ന് അർജുനന്റെ കുടുംബം പരാതി കൊടുത്തെങ്കിലും ആ പനവേലി ഹൈവേയിലേക്ക് ഒരു വാഹനത്തെയും കടത്തിവിടുന്നില്ല, ഒരാളെയും കടത്തിവിടുന്നില്ല. ശരിക്കും പോലീസ് ആ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. തങ്ങളുടെ ഒരാള് ആ ഹൈവേക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് അർജുന്റെ വീട്ടുകാർ പോലീസിനോട് പറഞ്ഞിട്ടും പോലീസ് ആ ആളെ തിരക്കാൻ അങ്ങോട്ട് ആരും വിടുന്നില്ല. അതിന്റെ കാരണം ആ ഭാഗത്ത് വീണ് കിടക്കുന്ന ആ മണ്ണിന്റെ അവസ്ഥയാണ്. അതിശക്തമായി മഴ പെയ്യുന്ന ആ സമയത്ത് ഇടിഞ്ഞു വീണ മണ്ണ് നദിയിലേക്ക് ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തമായി മഴ ഈ ജൂലൈ 17-നും പരാതി കൊടുക്കുന്ന സമയത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഒരു കാരണവശാലും ആ ഭാഗത്തേക്ക് ആളുകളെ വിടാൻ പറ്റില്ല എന്ന് പോലീസ് പറഞ്ഞെങ്കിലും 18-ാം തീയതിയോടുകൂടി മാധ്യമങ്ങൾ വിവരമറിഞ്ഞ് സ്ഥലത്തെത്തി. കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളാണ് ആ ഭാഗത്തേക്ക് ആദ്യം ഇരച്ചെത്തുന്നത്. അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിൻ കോഴിക്കോടുള്ള മാധ്യമങ്ങളെ വിവരമറിയിച്ചപ്പോൾ നമ്മുടെ മലയാളി മാധ്യമ പ്രവർത്തകർ ഷിരൂരിലേക്ക് പാഞ്ഞെത്തുകയായിരുന്നു. ആ നിമിഷം മുതലാണ് ലോകം ഈ വാർത്ത ശ്രദ്ധിക്കുന്നത്. ഒരു ലോറിയും 2 ടാങ്കർ ലോറിയും മണ്ണിടിയുന്ന സമയത്ത് ആ നായിക്കിന്റെ ചായക്കടയുടെ സമീപത്ത് ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ജനം ആ വാർത്തകൾ വഴി തിരിച്ചറിഞ്ഞപ്പോൾ ആളുകളും അങ്ങോട്ട് ഓടി തുടങ്ങി. ലോകം മുഴുവൻ ആ ഷിരൂരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആ നിമിഷം മുതലാണ്. റോഡിൽ ഇഷ്ടംപോലെ മണ്ണ് വീണ് കിടക്കുന്നു എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുകൊണ്ട് കർണാടക സർക്കാർ 4 മണ്ണുമാന്തി യന്ത്രങ്ങളെ മണ്ണ് നീക്കാനായി ആ സമയത്ത് നിയോഗിച്ചിട്ടുണ്ട്. ശരിക്കും ഒരു വലിയൊരു വൈക്കോൽക്കൂനയിൽ ഒരു സൂചി തിരയുന്നത് പോലെ ആയിപ്പോയി ആ മണ്ണുമാന്തിയുടെ പ്രവർത്തനം. ആ മണ്ണുമാന്തികൾ അവിടെ എത്തുമ്പോൾ അവർക്ക് മുന്നിലുള്ളത് ഒരു കൂറ്റൻ മലയാണ്. ആ മല ഏതാണ്ട് പൂർണ്ണമായി റോഡിന് കുറുകെ കിടക്കുകയാണ്. ആ മലയുടെ അടിയിൽ എവിടെയോ ആണ് ആ ലോറിയും ടാങ്കർ ലോറികളും അതുപോലെ ആ ലക്ഷ്മൺ നായിക്കന്റെ ചായക്കടയും ഉള്ളത്. എവിടെയാണ് അതൊന്നും അറിയാൻ കഴിയാത്ത ശൈലിയിൽ വളരെ വീതിക്കാണ് ആ മണ്ണ് റോഡിൽ കൂടിക്കിടക്കുന്നത്. 100 മീറ്ററിലധികം വീതിയിലാണ് മല റോഡിലൂടെ ഇടിഞ്ഞു കിടക്കുന്നത്. 4 മണ്ണുമാന്തി യന്ത്രം വിചാരിച്ചാൽ ഒന്നും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അവിടെ ഒന്നും നടക്കില്ല എന്ന് വ്യക്തമായതും അക്കാര്യം നമ്മുടെ മാധ്യമങ്ങൾ അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്തു. വളരെ അനാസ്ഥയോടുകൂടിയാണ് കർണാടക സർക്കാർ ആ കാര്യത്തിൽ ഇടപെടുന്നതെന്ന് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും നമ്മുടെ MP-മാർ കോഴിക്കോടത്തെ MK രാഘവൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടു. ഈ സമയത്ത് മന്ത്രിസഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഗണേഷ് കുമാർ ഈ വിഷയത്തിൽ ഇടപെട്ടു തുടങ്ങിയിരുന്നു. കേരള സർക്കാരിന്റെ പ്രഷർ ആ നിമിഷം മുതൽ കർണാടക സർക്കാരിൽ വന്നു. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകളും ഒക്കെ കർണാടക സർക്കാരിൽ ഇടപെടുന്നു. അപ്പോഴാണ് കർണാടക സർക്കാർ കുറച്ചുകൂടി കാര്യക്ഷമമായി തിരച്ചിൽ നടപടികൾക്ക് തുടക്കം കുറിച്ചെങ്കിലും ശക്തമായ മഴ അവരുടെ ആ ഉദ്യമങ്ങളെ സക്സസ് ആക്കുന്നത് തടയുന്നുണ്ട്. മാധ്യമ പ്രവർത്തകർക്ക് ആ ഇടിഞ്ഞു വീണ് കിടക്കുന്ന മണ്ണ് കിടക്കുന്ന ഭാഗത്തേക്ക് കടക്കാനുള്ള അനുവാദവുമില്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ അതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് ഒരു ഊഹവും ആർക്കുമില്ല. മാധ്യമപ്രവർത്തകർ അവർക്ക് തോന്നുന്ന പോലെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് പുതിയ സാങ്കേതിക സംവിധാനങ്ങൾ കൂടി അന്വേഷണ സംഘം ഉപയോഗിച്ചു തുടങ്ങുന്നത്. അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി ഈ സമയത്ത് പട്ടാളക്കാരെത്തിയിട്ടുണ്ട്, അതുപോലെ പ്രത്യേക ദൗത്യസേന എത്തിയിട്ടുണ്ട്, NDRF എത്തിയിട്ടുണ്ട്. വിവിധ ശൈലിയിൽ കപ്പാസിറ്റിയുള്ള ടീമുകളൊക്കെ എത്തിയെങ്കിലും തിരച്ചിൽ പരിപാടി വേണ്ടത്ര മുന്നോട്ട് പോകുന്നില്ല. മെറ്റൽ ഡിറ്റക്ടറൊക്കെ ഉപയോഗിച്ച് ഈ വാഹനങ്ങളെ കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തി നോക്കിയെങ്കിലും ഒരു മെറ്റലും ഡിറ്റക്ട് ചെയ്യാൻ ആ മെറ്റൽ ഡിറ്റക്ടർക്ക് പറ്റാതെ വരുമ്പോഴാണ് 20-ാം തീയതിയോടുകൂടി പുതിയ ആളുകൾ അന്വേഷണത്തിന്റെ ഭാഗമാകുന്നത്. ഈ ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സ്ഥലത്തൊക്കെ പാഞ്ഞെത്തുന്ന രഞ്ജിത്ത് സ്ഥലത്തെത്തുന്നത് 20-ാം തീയതിയാണ്. അയാൾ വന്ന് ആ സ്ഥലമൊക്കെ നിരീക്ഷിച്ച നിമിഷത്തിൽ തന്നെ അയാളുടെ അഭിപ്രായം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ നടക്കുന്ന ശൈലിയിലാണ് തിരച്ചിൽ നടക്കുന്നെങ്കിൽ ഒരു ഫലവും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ തിരച്ചിൽ തികച്ചും അപക്വമാണ്. അതാണ് രഞ്ജിത്തിന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. രഞ്ജിത്ത് രംഗത്ത് വന്നതോടുകൂടി തിരച്ചിൽ നടപടികളിലേക്ക് കുറച്ചുകൂടി ശാസ്ത്രീയമായ ഇടപെടലുകൾ ഉണ്ടായി. അതിന്റെ ഫലമായിട്ടാണ് റഡാർ ഉപയോഗിച്ചു തുടങ്ങുന്നത്. റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന തുടങ്ങി അധികം നാളുകൾ കഴിയും മുമ്പ് ലോഹ കഷ്ണം മണ്ണിനടിയിൽ നിന്ന് ഡിറ്റക്ട് ചെയ്യാൻ ആ റഡാറിന് പറ്റി. റഡാർ ഉപയോഗിച്ചുള്ള അന്വേഷണം തുടങ്ങി അധികം നാൾ കഴിയും മുമ്പ് ഒരു മെറ്റൽ കഷ്ണത്തിന്റെ സാന്നിധ്യം റഡാർ ഐഡന്റിഫൈ ചെയ്തു. വളരെ ആവേശപൂർവ്വം തിരച്ചിൽ സംഘം ആ മെറ്റൽ തിരഞ്ഞെടുത്തെങ്കിലും അവർക്ക് നിരാശയാണ് ഉണ്ടായത്. കാരണം അത് ലോറിയുടെ പാർട്ടേ ആയിരുന്നില്ല. ഈ സമയത്തൊക്കെയും അന്വേഷണ സംഘത്തിന്റെ തിരച്ചിൽ നടക്കുന്നത് പൂർണ്ണമായും ആ റോഡിലാണ്. റോഡിലും ആ വാഹനം കിടന്നിരിക്കാൻ സാധ്യതയുണ്ടെന്ന് അവർക്ക് തോന്നുന്ന സ്ഥലത്തുമാണ് തിരച്ചിൽ നടക്കുന്നത്. തോന്നുന്നു എന്നേ പറയാൻ പറ്റൂ. കാരണം അപ്പോഴും വൻതോതിൽ മണ്ണ് റോഡിൽ അങ്ങനെ കിടക്കുകയാണ്. ആ മണ്ണ് നീക്കൽ പ്രക്രിയ അതിവേഗതയിൽ ചെയ്യാനും പറ്റില്ല. വളരെ ശ്രദ്ധിച്ച് മണ്ണ് നീക്കില്ലെങ്കിൽ വീണ്ടും മല ഇടിയുമെന്നുള്ള ഒരു സൂചന വിദഗ്ധർ നൽകിയിട്ടുണ്ട്. മഴയ്ക്ക് ഒരു ശമനവുമില്ല. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണ് മാറ്റുന്ന പ്രക്രിയ അങ്ങനെ നടക്കുന്നതിനിടയിലാണ് ആളുകൾ ഗ്രാമത്തിന് മറപുറത്തുള്ള ആള് പറഞ്ഞ വാചകം ഒരിക്കൽ കൂടി അനലൈസ് ചെയ്യുന്നത്. ശക്തമായ മഴയിൽ ഒരു മല ഒന്നാകെ ഇളകി ആ ലോറി നിൽക്കുന്ന ഭാഗത്തേക്ക് വരുന്നത് കണ്ടു എന്നാണ് അയാൾ റിപ്പോർട്ട് ചെയ്തത്.
അതിശക്തമായ ഒരു മല മുകളിൽ നിന്ന് താഴേക്ക് ആ ലോറി നിൽക്കുന്ന ഭാഗത്തേക്ക് അങ്ങനെ ഒഴുകി വന്നിട്ടുണ്ടെങ്കിൽ ആ ഒഴുക്കിൽ ലോറി കൂടി തൊട്ട് താഴെയുള്ള ഗംഗാവലി നദിയിലേക്ക് പോയിരിക്കാൻ സാധ്യതയുണ്ടോ എന്നൊരു ചിന്ത തിരച്ചിൽ സംഘത്തിന്റെ മനസ്സിലേക്ക് വരുന്ന ആ നിമിഷം മുതൽ തിരച്ചിലിന് ഒരു രൂപവും ഭാവവും മാറി തുടങ്ങി. ഗംഗാവലി നദിയിലേക്ക് തിരച്ചിൽ സംഘത്തിന്റെ ശ്രദ്ധ തിരിഞ്ഞെങ്കിലും വലിയ പ്രയോജനമില്ല എന്നതാണ് ആദ്യം അവർ മനസ്സിലാക്കിയ കാര്യം. കാരണം ശക്തമായ ഒരു ഒഴുക്ക് ആ സമയത്ത് ഗംഗാവലി നദിയിലുണ്ട്. വെള്ളം കുത്തി ഒലിച്ചു വരികയാണ്. നല്ല താഴ്ചയുള്ള നദിയുമാണ്. ആ നദിയിൽ ഇറങ്ങി പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യ സാധ്യമായ കാര്യമേ അല്ല. പക്ഷെ ആ സമയത്ത് നദിയിൽ നിന്ന് കുറച്ചു മാറി ഒരു ഭാഗത്തായി ഒരു വലിയ തടി കഷ്ണം അന്വേഷണ സംഘത്തിന് കിട്ടി. ആ തടി അർജുന്റെ വാഹനത്തിൽ ഉണ്ടായിരുന്ന തടിയാണെന്ന് ഒരു സൂചനയും അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നതോടുകൂടി ആ കാര്യം ഏകദേശം ഉറപ്പായി. ശക്തമായ ആ മണ്ണിടിച്ചിലിൽ അർജുന്റെ ലോറി ഉൾപ്പെടെ ഒലിച്ചു പോകാനും നദിയിലേക്ക് വീഴാനും സാധ്യതയുണ്ടെന്നുള്ള ഒരു ധാരണയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. നടത്തിക്കൊണ്ടിരിക്കുന്ന ആ തിരച്ചിൽ സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന ഒരു സംവിധാനങ്ങളും അവരുദ്ദേശിക്കുന്ന റിസൾട്ട് ഉണ്ടാക്കില്ല എന്ന് മനസ്സിലാക്കിയതും നല്ല നീളമുള്ള കൈയുള്ള വാഹനങ്ങൾ അവിടേക്ക് എത്തിക്കാനുള്ള നടപടികളിലേക്ക് തിരച്ചിൽ സംവിധാനത്തിന് നേതൃത്വം വഹിക്കുന്ന ടീമുകൾ തിരിഞ്ഞു. അതിന്റെ ഫലമായി 2 വൻ കൂറ്റൻ വാഹനങ്ങൾ അവിടെ എത്തിച്ചു. അവിടെ കൈക്ക് നല്ല നീളമുണ്ട്. ഒരുപാട് ദൂരം അതുപയോഗിച്ച് കവർ ചെയ്യാൻ പറ്റുമെന്ന സാഹചര്യമായപ്പോൾ കുറച്ചുകൂടി വേഗത തിരച്ചിലുണ്ടായി. ഇതേ സമയത്താണ് സോണാർ സംവിധാനങ്ങൾ രംഗത്തിറക്കുന്നത്. ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭൂമിക്കടിയിലോ വെള്ളത്തിനടിയിലോ ഉള്ള സാധനങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന ആ ടെക്നോളജി അവിടെ ഉപയോഗിച്ച് തിരച്ചിൽ ആരംഭിച്ചു. അതോടൊപ്പം തെർമൽ സ്കാനർ ഉപയോഗിച്ചു തുടങ്ങി. തെർമൽ സ്കാനർ ഉപയോഗിച്ചപ്പോൾ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടായി. ഏകദേശം ഒരു 30 മീറ്റർ വിസ്താരത്തിനുള്ളിൽ ലോകഭാഗങ്ങൾ കാണുന്നുണ്ടെന്നാണ് തെർമൽ സ്കാനർ ഉപയോഗിച്ച് നടത്തിയ ആ നിരീക്ഷണത്തിൽ ബോധ്യമായത്. റബ്ബർ ബോട്ടുകളൊക്കെ ആയിട്ട് നേവി സംഘവും ഈ സമയത്ത് സ്ഥലത്തെത്തിയിട്ടുണ്ട്. നദിയിലിറങ്ങി ഒരു തിരച്ചിൽ നടത്തുക, നദിയിലേക്ക് ഡൈവ് ചെയ്ത് മുങ്ങാൻ കുഴിയിട്ട് നോക്കി അകത്ത് വാഹനമുണ്ടോ എന്ന് കണ്ടെത്തുക, ഇതൊക്കെയാണ് അവിടെ ലക്ഷ്യം. പക്ഷെ ആ ലക്ഷ്യത്തോടുകൂടി നേവി അവിടെ എത്തിയെങ്കിലും നദിക്കുള്ളിലേക്ക് ജമ്പ് ചെയ്യുക എന്ന് പറയുന്ന ഭാഗം മാത്രം നടന്നില്ല. കാരണം അത്ര ശക്തമായി ആ സമയത്തും ഗംഗാവലി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ചു വരികയാണ്. ആ ഒഴുക്കിൽ തിരച്ചിലിനായി ആരെങ്കിലും ഇറങ്ങിയാൽ അയാളെ പിന്നെ കിട്ടില്ല. ആ ശൈലിയിലാണ് ആ ഒഴുക്ക്. നേവി വിദഗ്ധർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായതും സ്കൂബ ഡൈവേഴ്സിനെ രംഗത്തെത്തിച്ചു. സമുദ്ര അന്തർഭാഗത്തേക്ക് ഡൈവ് ചെയ്യുന്ന ആ സ്കൂബ ഡൈവേഴ്സ് ഇതുപോലുള്ള പല സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചിട്ടുള്ളവരാണ്. അവര് അവിടെ എത്തി വെള്ളത്തിലേക്ക് ചാടുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് ആ വെള്ളത്തിന്റെ ശക്തി അവർ ശ്രദ്ധിക്കുന്നത്. അവർക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ ശക്തിയിലാണ് ആ സമയത്തും വെള്ളം കുത്തി ഒലിക്കുന്നത്. ആ വേഗത ഒന്ന് കുറഞ്ഞാൽ മാത്രമേ അവർക്കും ഡൈവ് ചെയ്യാൻ പറ്റൂ എന്ന അഭിപ്രായമാണ് സ്കൂബ ഡൈവേഴ്സ് മുന്നോട്ട് വെച്ചത്. ഈ സമയത്ത് തെർമൽ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തിന് വേറെയും ചില ആക്ടിവിറ്റീസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഗോവയിൽ ഈ വെള്ളത്തിന് മുകളിൽ ഫ്ലോട്ട് ചെയ്ത് നിർത്താൻ കഴിയുന്ന ബ്രിഡ്ജ് ഉണ്ട്. ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അവിടെ എത്തിച്ചാൽ ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് നദിക്ക് മുകളിൽ ഒരു നല്ല നിരീക്ഷണം നടത്താൻ പറ്റുമെന്നുള്ള അഭിപ്രായം ഉണ്ടായെങ്കിലും ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഗോവയിൽ നിന്ന് എത്തിക്കുന്ന ചെലവും മറ്റ് സംവിധാനങ്ങളും അതിന് അനുയോജ്യമല്ലാതെ തോന്നിയപ്പോൾ ആ ഐഡിയ ഉപേക്ഷിച്ചു. ഈ സമയത്താണ് തെർമൽ സ്കാനിംഗ് വഴി അന്വേഷണ സംഘം ഒരു കാര്യം ഉറപ്പിച്ചത്. ആ നദിക്കുള്ളിൽ മണ്ണ് വീണ് ഒരു ചെറിയ തുരുത്തുണ്ടായിട്ടുണ്ട്. ആ തുരുത്ത് ഉണ്ടായിരിക്കുന്ന ആ ഭാഗത്ത് മണ്ണിനടിയിൽ ഒഴുകിപ്പോയ വാഹനം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം ഏതാണ്ട് എത്തിയിട്ടുണ്ട്. ട്രക്ക് മണ്ണിനടിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തെർമൽ സ്കാനിംഗ് വഴി ഏകദേശം ബോധ്യം വന്ന ആ തിരച്ചിൽ സംഘം പിന്നീട് അന്വേഷിച്ചത് ട്രക്കിനകത്ത് ബോഡിയുടെ സാന്നിധ്യമുണ്ടോ എന്നാണ്. അർജുൻ ജീവനോടെയോ അല്ലാതെയോ ഉണ്ടോ എന്ന് നോക്കാനുള്ള ഒരു പരിശ്രമമാണ് അവർ നടത്തിയത്. ആ പരിശ്രമത്തിൽ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല. അങ്ങനെയുള്ള ഒരു സൂചനയും അവരുടെ തെർമൽ ഇമേജുകൾ കണ്ടുപിടിച്ചില്ല. ഈ സമയത്താണ് വയനാട് മേഖലയിൽ ലോക മനസാക്ഷ്യത്തിന് ഞെട്ടിച്ച ആ ദുരന്തം ഉണ്ടാകുന്നത്. ആ നിമിഷം മുതൽ നമ്മുടെ മാധ്യമ സംഘം ഒന്നടങ്കം വയനാടേക്ക് അവരുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്തു.
അന്ന് തീയതി ജൂലൈ 28. സംഭവം നടന്നിട്ട് 10 ദിവസത്തിലധികം കഴിഞ്ഞിരിക്കുകയാണ്. 10 ദിവസം കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങൾ പൂർണ്ണമായും വയനാടേക്ക് ഷിഫ്റ്റ് ചെയ്തതോടുകൂടി ആ മേഖലയിലെ അന്വേഷണത്തിന്റെ ആ ഒരു തീവ്രതയും കുറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന അന്വേഷണ സംഘത്തിലെ പല ആളുകളെയും വയനാടേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. വയനാട്ടിൽ ശരിക്കും ഒരുപാട് ആളുകളുടെ ഇടപെടൽ അനിവാര്യമായി ആവശ്യമുണ്ടായിരുന്ന സമയമായതുകൊണ്ടാണ് ആ ഷിഫ്റ്റിംഗ് ഉണ്ടായത്. ഇതേ സമയത്ത് അർജുന്റെ വീട്ടുകാർക്ക് പ്രതീക്ഷ ഏതാണ്ട് നഷ്ടമായി തുടങ്ങി. അന്വേഷണ സംഘത്തിന്റെ നല്ലൊരു ഭാഗം അവിടെ നിന്ന് പിന്മാറിയെങ്കിലും 6-7 സ്കൂബ ഡൈവേഴ്സ് അവിടെ അപ്പോഴും തുടരുന്നുണ്ട്. ഗംഗാവാലി നദിയുടെ ഒഴുക്കിന്റെ വേഗത കുറയുമ്പോൾ ആഴത്തിലേക്ക് ഡൈവ് ചെയ്ത് ആ നദിക്കുള്ളിൽ എവിടെയെങ്കിലും ആ വാഹനവുമായി ബന്ധിപ്പിച്ച മറ്റെന്തെങ്കിലും സംവിധാനങ്ങളോ അർജുനോ ഉണ്ടോന്ന് നോക്കാൻ വേണ്ടിയാണ് അവരവിടെ തുടർന്നത്. ഇപ്പോ സ്കൂബ ഡൈവേഴ്സ് അങ്ങനെ പറഞ്ഞിട്ട് മാസം 1 കൂടി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിൽ അർജുനെ കണ്ടുപിടിക്കാൻ ആ സ്കൂബ ഡൈവേഴ്സ് പലതവണ പരിശ്രമം നടത്തിയെങ്കിലും അർജുനെ കുറിച്ചുള്ള ഒരു സൂചനയും അവർക്ക് കിട്ടിയിട്ടില്ല. അർജുൻ എവിടെയുണ്ടെന്നോ ലോറി എവിടെയുണ്ടെന്നോ തിരിച്ചറിയാൻ കഴിയാത്ത ശൈലിയിൽ ഇപ്പോഴും അവിടെ ആ സാഹചര്യങ്ങൾ ഏതാണ്ട് അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. ഇതിനിടയിൽ ആ റോഡ് ക്ലിയർ ചെയ്തു. വാഹനങ്ങൾ അതുവഴി കടന്നു പോകുന്നുണ്ട്. അതുവഴി കടന്നു പോകുമ്പോൾ വാഹനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ആ പരിസരം വീക്ഷിച്ചാണ് പോകുന്നത്. അവർക്കും എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അർജുനന്റെ വാഹനത്തിൽ ഉണ്ടായിരുന്ന തടികൾ പലതും പിന്നീട് കുറച്ച് താഴ്ന്നൊക്കെ കിട്ടിയ സൂചനകളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനിടയിൽ ഒരു വാർത്ത കൂടി ഇന്നത്തെ പത്രം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത് അർജുന്റെ ഭാര്യയ്ക്ക് കേരള ഗവൺമെന്റ് ഒരു ജോലി കൊടുത്ത വാർത്തയാണ്. ഒരു വ്യക്തിയെ കണ്ടുപിടിക്കാനായിട്ട് ഒരു സർക്കാരിന്റെ സംവിധാനങ്ങളും ജനങ്ങളും ഒന്നടങ്കം ഒരു വൻ പരിശ്രമം നടത്തുന്നത് അപൂർവമാണ്. പക്ഷെ അതാണ് നമ്മളിവിടെ കണ്ടത്. പക്ഷെ ആ പരിശ്രമത്തിന് ഒരു ഫലമുണ്ടാക്കാൻ പറ്റിയില്ല എന്ന് മാത്രം. എന്തായാലും അർജുൻ ലോറിയെ കണ്ടെത്താൻ ഇനിയും നമുക്ക് കഴിയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഈ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചത് എബ് ലൈഫ് ഓൺ പോയിന്റിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.